1400 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു മക്കാം. കാസർഗോഡ് തളങ്കര മാലിക് ദീനാർ അല്ലാതെ വേറൊരു സ്വഹാബിയുടെ മക്ബറയും കാസർഗോഡ് ജില്ലയിലുണ്ട്. ബന്ദിയോടിനടുത്തുള്ള ഇച്ചിലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള റാഫി ഇബ്നു മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ മക്ബറയാണ്. ഹിജ്റ 37 ഇവിടെ പള്ളി നിർമ്മിച്ചത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ മദീനയിൽ നിന്നും ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി മാലിക് ദീനാറും സംഘവും കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയതും അവിടെ നിന്ന് പല ദിക്കുകളിലേക്കും ദീനി ദഅവത്തിന് വേണ്ടി ഇറങ്ങുകയും അക്കൂട്ടത്തിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയും അവരുടെ സാന്നിധ്യം കൊണ്ട് സൗഭാഗ്യം നേടുകയുമുണ്ടായി. കാസർഗോഡ് തലങ്കരയിലും ഇച്ചിലങ്കോടുമാണ് അവർ എത്തിയത്. ഈ കാണുന്ന ഷിറിയ പുഴ വഴി ഇച്ചിലങ്കോടെത്തിയ റാഫി ഇബ്നു ഹബീബ് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ഹിജ്റ 37 ഇവിടെ ഒരു പള്ളി നിർമ്മിക്കുകയും 3 പതിറ്റാണ്ടുകാലം ഇച്ചിലങ്കോടും പരിസര പ്രദേശങ്ങളിലും ദീനി ദഅവത്ത് നടത്തുകയും ഹിജ്റ 73 ജുമാദുൽ ആഖിർ 17 മഹാനവറുകൾ വഫാത്താവുകയും ചെയ്തു. ഇവിടെ ആ സ്വഹാബിയുടെ കൂടാതെ വേറെയും 6 മക്ബറകളുണ്ട്. മക്ബറക്ക് പുറത്തുള്ള മാർബിളിൽ അവരുടെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു, ഹാറൂൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബ്ദുള്ള റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു എന്നിങ്ങനെയാണവർ. ഇതിൽ 3 ഔലിയാക്കന്മാരും 3 ശുഹദാക്കളും ഉണ്ടെന്ന് ചരിത്രത്തിൽ പറയുന്നു. ഈ കാണുന്ന കയറിന് ഏകദേശം 1300 വർഷത്തിലേറെ പഴക്കമുണ്ട് എന്നാണ് ചരിത്രം. ഹിജ്റ 139 റബിയുൽ അവ്വൽ മാസം അബ്ദുൽ ഖാദർ എന്ന ആളുടെ മകൻ അബൂബക്കർ എന്ന ആൾ തന്റെ ആഗ്രഹം പൂർത്തിയായപ്പോൾ പള്ളിക്ക് വേണ്ടി ഹദിയ ചെയ്തതാണ് ഇത് എന്ന് ആ കയറിന്റെ നടുവിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. കളവോ മറ്റോ കുറ്റകൃത്യങ്ങളോ ചെയ്താൽ ആ കയറ് പിടിച്ച് കുറ്റാരോപിതനായ ആളെ സത്യം ചെയ്യിക്കുന്ന ഒരു സമ്പ്രദായം പുരാതന കാലം മുതലേ ഉണ്ട്. ഈ കാണുന്ന ഈ വലിയ കുളം പണ്ടുകാലങ്ങളിലൊക്കെ ഉദവെടുക്കാൻ വേണ്ടിയും ഉപയോഗിച്ചിരുന്നതാണ്. തെങ്ങിൻ തോട്ടങ്ങൾ, പള്ളിയുടെ മുൻവശത്തുള്ള ചെറിയ പുഴ, ഹരിതാപമായ പരിസരം തുടങ്ങിയവകളെ കൊണ്ട് പ്രകൃതി രമണീയമായ ഒരു നാടാണ് ഇച്ചിലങ്കോട്. ഇവിടെ മറവോട്ട് കിടക്കുന്ന മഹാന്മാരുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടി 5 വർഷത്തിലൊരിക്കൽ ഉദയാസ്തമാന ഉറൂസും ഇവിടെ നടക്കാറുണ്ട്.